വനിതാ T20 ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് വേട്ടക്കാരിയായി ഇന്ത്യൻ ഓൾറൗണ്ടർ ദീപ്തി ശർമ്മ മാറുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. 134 കളിയിൽ 152 വിക്കറ്റാണ് ദീപ്തിക്കുള്ളത്. ഓസ്ട്രേലിയയുടെ മോഗൻ ഷട്ടിനെ 151 വിക്കറ്റാണ് ഉള്ളത്. ഷട്ടിനെയാണ് മറികടന്നത്. ശ്രീലങ്കൻ താരം നീലാക്ഷിക സിൽവയെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയാണ് ദീപ്തി ചരിത്ര നേട്ടം സ്വന്തം പേരിലാക്കിയത്. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 28-കാരിക്ക് ആകെ ഇതുവരെ 334 വിക്കറ്റായിട്ടുണ്ട്. മുൻ ഇന്ത്യൻ പേസർ ജുലൻ ഗോസ്വാമിയാണ് ഒന്നാം സ്ഥാനത്ത്, 355 വിക്കറ്റ്. ഇംഗ്ലണ്ടിന്റെ കാതറിൻ ഷിവർ ബ്രാൻഡ് 335 വിക്കറ്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. ഒരു വിക്കറ്റ് അകലെയാണ് ഇപ്പോൾ ഷിവർ ബ്രാൻഡിന് മുന്നിലുള്ളത് ദീപ്തി. അതുകൂടി കടന്നാൽ 1-2 സ്ഥാനങ്ങളിലേക്ക് ഇന്ത്യൻ താരങ്ങളെത്തും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് ജയം. ആസ്റ്റൺ വില്ലയെ 1-4 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. ജയത്തോടെ രണ്ടാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയേക്കാൾ 5 പോയിന്റ് ലീഡുമായി 45 പോയിന്റോടെ ആഴ്സണൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. മറ്റൊരു മത്സരത്തിൽ ന്യൂകാസിൽ ബേൺലിയെയും എവേർട്ടൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയും കീഴടക്കി. വമ്പന്മാരായ ചെൽസിയെ ബേൺമൗത്തും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വോൾസും സമനിലയിൽ തളച്ചു. ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ സെനഗലിന് ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ബെനിനെ തോൽപ്പിച്ചു. കൗലി ബലിക്ക് ചുവപ്പ് കാർഡ് കിട്ടി. 10 പേരായി ചുരുങ്ങിയിട്ടും സെനഗലിനെ കീഴടക്കാൻ ബെനിനായില്ല. മറ്റു മത്സരത്തിൽ നൈജീരിയ ഉഗാണ്ടയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കോങ്കോ ബോട്സ്വാനയെ തോൽപ്പിച്ചപ്പോൾ ടാൻസാനിയ ടുണീഷ്യ മത്സരം സമനിലയിൽ കലാശിച്ചു. ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ഇന്നും 4 മത്സരങ്ങളുണ്ട്. അൾജീരിയ ഗ്വിനിയയെയും ബുർക്കിന ഫാസോ സുഡാനെയും നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30-ക്കാണ് മത്സരങ്ങൾ. മറ്റു മത്സരത്തിൽ ഗാബോൺ ഐവറി കോസ്റ്റിനെയും കാമറോൺ മൊസാംബിക്കിനെയും നേരിടും. സൗദി പ്രോ ലീഗിൽ അൽ നസറിനെ സമനിലയിൽ തളച്ചേൽ അൽ എറ്റിഫാഖ്. മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയ എറ്റിഫാഖിനെതിരെ അൽ നസർ 2 ഗോളുകൾ മടക്കിയെങ്കിലും 80-ാം മിനിറ്റിൽ അൽ എറ്റിഫാഖ് സമനില പിടിച്ചെടുത്തു. അൽ നസറിനായി ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവ് ഫെലിക്സും ഗോൾ നേടി. എറ്റിഫാഖിനായി വൈനാൾഡയാണ് 2 ഗോളുകൾ നേടിയത്. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം ഇന്ന് രാജസ്ഥാനെ നേരിടും. തുടർച്ചയായ 2 മത്സരങ്ങൾ തോറ്റെത്തുന്ന കേരളത്തിന് രാജസ്ഥാനെതിരെ ജയം അനിവാര്യമാണ്. ആദ്യ മത്സരത്തിൽ ത്രിപുരയ്ക്കെതിരെ 145 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയെങ്കിലും കർണാടകയ്ക്കെതിരെയും മധ്യപ്രദേശിനെതിരെയും തോൽവിയായിരുന്നു ഫലം. നിലവിൽ 3 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി എലൈറ്റ് ഗ്രൂപ്പ് എയിൽ 5-ാം സ്ഥാനത്താണ് കേരളം. രാവിലെ 9-ന് അഹമ്മദാബാദിലാണ് മത്സരം. വിജയ് മർച്ചന്റ് ട്രോഫിയിൽ കേരളത്തിന്റെ എതിരെ 63 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കി ജാർഖണ്ഡ്. കേരളത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് 219 റൺസിന് അവസാനിച്ചു. 2-ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടങ്ങിയ ജാർഖണ്ഡ് ചൊവ്വാഴ്ച ഇന്നലെ കളി നിർത്തുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 25 റൺസ് എന്ന നിലയിലാണ്. നിലവിൽ 88 റൺസിന്റെ ലീഡാണ് ജാർഖണ്ഡിന് ഉള്ളത്. ജാർഖണ്ഡിന്റെ 1-ാം ഇന്നിംഗ്സ് സ്കോർ 282 ആണ്. അതിനെതിരെ ബാറ്റിംഗിനിറങ്ങിയ കേരളത്തിന് മുൻനിര ബാറ്റർമാർ ഫോമിലേക്ക് ഉയരാതെ പോയതാണ് തിരിച്ചടിയായത്. ജാർഖണ്ഡിന് വേണ്ടി പ്രഭ്ജോത് സിംഗും ശിവം കുമാറും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. അനുകൃഷ്ണ 2 വിക്കറ്റും വീഴ്ത്തി. 2-ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിന് ഇറങ്ങിയ ജാർഖണ്ഡിന് തുടക്കത്തിൽ തന്നെ പ്രഹരമേൽപ്പിക്കാൻ കേരളത്തിന്റെ ബൗളർ